രാവിലെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകന യോഗം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിരുന്നു. അതിനുശേഷം നമ്മുടെ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചു കൂട്ടി. ഇപ്പോഴാണ് അത് പൂർത്തീകരിച്ചത്. കേരള സംസ്ഥാനത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും തെരഞ്ഞെടുപ്പ് സാഹചര്യവും വിലയിരുത്തുകയുണ്ടായി. ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ, ഇന്ന് നാലാം ഘട്ടമാണ്, മൂന്നാം ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ ഏതാണ്ട് 284 സീറ്റുകളിലുള്ള മത്സരം പൂർത്തിയാക്കിയപ്പോൾ BJP അവരുടെ 400 സീറ്റ് എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ BJP 400 സീറ്റിൽ നിന്ന് താഴോട്ട് വന്നു എന്ന് മാത്രമല്ല, അവരുടെ പ്രചരണങ്ങളിലൊക്കെ ആ വികസന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് BJPയുടെ വോട്ടുകൾ ചോരുന്നു, അല്ലെങ്കിൽ അവരുടെ ആധിപത്യമുണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെ ചോർച്ച ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി ഇന്ന് BJPക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി തന്നെ വർഗീയ പ്രചരണം നടത്തി മുന്നോട്ട് പോവുകയാണ്. പ്രധാനമന്ത്രി നടത്തുമ്പോൾ ആ പദവിയെ തന്നെ കളങ്കപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ ഒരു 96 സീറ്റും അങ്ങനെ 380 സീറ്റുകളുടെ അവിടെ മത്സരം നടന്നു കഴിയുമ്പോൾ വലിയൊരു മുന്നേറ്റം ഇന്ന് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുന്നു. BJPയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ പലതരത്തിലുള്ള EDയെ വിട്ട് BJPക്കെതിരെ സംസാരിക്കുന്ന പ്രമുഖരായ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ രീതിയിലുള്ള പ്രചരണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. BJP ഒരു തകർച്ചയിലേക്ക്, അവരുടെ ഭരണം ഒരു തകർച്ചയിലേക്ക് പോവുകയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളത് സംശയവുമില്ല. അതിൻ്റെ ഒരു വിലയിരുത്തലും ഞങ്ങൾ നടത്തിയിരുന്നു. പൊതുവെ നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കേരള കോൺഗ്രസ് LDFിൻ്റെ ഭാഗമായതിനു ശേഷം LDFന് കേരളത്തിൽ ഒരു തുടർഭരണത്തിന് വഴിയൊരുക്കി. കേരള സംസ്ഥാനത്ത് പൊതുവെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഓരോ മുന്നണിയും മാറി മാറി പരീക്ഷിക്കുന്നു. അതിൻ്റെ രീതി, അതിൻ്റെ ശീലമാണ് കേരളത്തിലുള്ള വോട്ടർമാർക്കുള്ളത്. അതിലൊരു മാറ്റമുണ്ടാകുവാനായിട്ട് കാരണമായത് അത് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട്. അത് CPMും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുമുണ്ട്. സമാനമായി നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് LDFിനുണ്ടായിരുന്ന ആ ഘട്ടത്തിൽ. മറ്റ് 19 സീറ്റുകളും UDFിനാണ്. പക്ഷേ UDFന് ആധിപത്യമുള്ള ആ പ്രദേശങ്ങളിലൊക്കെ ഒരു അട്ടിമറി വിജയം ഇന്ന് LDFിനുണ്ടാകും. അതിന് തീർച്ചയായും കേരള കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതും സംശയമില്ല. കോട്ടയം ലോക്സഭാ മണ്ഡലം സംബന്ധിച്ചോളം അഭിമാനകരമായ ഒരു വിജയം LDFന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടന് ഉണ്ടാകും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വിജയിക്കും. ഞങ്ങൾ ഓരോ മണ്ഡലം അടിസ്ഥാനത്തിൽ, നിയോജകമണ്ഡല അടിസ്ഥാനത്തിലുള്ള ആ വിലയിരുത്തലുകൾ നടത്തി. അതുമാത്രമല്ല, മധ്യ തിരുവിതാംകൂറിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കോട്ടയം ലോക്സഭാ മണ്ഡലത്തിനോട് തന്നെ ചേർന്നുള്ള പത്തനംതിട്ടയിലും മാവേലിക്കരയും അതുകൂടാതെ ഇടുക്കി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അതെപ്പോഴും UDFന് മിക്കവാറും നമുക്ക് കാണാൻ കഴിയുന്ന UDFിനോടൊപ്പമാണ്. പക്ഷേ അവിടെ അട്ടിമറി വിജയം അവിടെ LDFിനുണ്ടാകും. മാത്രമല്ല, ചാലക്കുടി പോലുള്ള പ്രദേശങ്ങളിൽ പോലും LDFന് വലിയൊരു വിജയം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അതിന് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അത് LDFിലാണ്. LDF അതുപോലെ തന്നെ CPM അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കും.
അല്ല, ഈ നിലപാടും കാര്യങ്ങളും പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട്, വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് എൽ ഡി എഫിലാണ്. അത് പബ്ലിക്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ആയിരിക്കാം ചില മാധ്യമങ്ങളിൽ പുറത്തേക്ക് ചില അവരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. വ്യക്തമായ അഭിപ്രായം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, വ്യക്തമായ അഭിപ്രായം അതിനകത്ത് ധാരണയുണ്ട്, വ്യക്തമായ നിലപാടും കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുമാത്രമല്ല, സി പി എമ്മും എൽ ഡി എഫും ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതും ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതും അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കേണ്ടതും എൽ ഡി എഫിലാണ്. അത് എൽ ഡി എഫിൽ അല്ലല്ല, അത് ഞാൻ പറയുന്നല്ലോ. അതെ, ഉചിതമായ തീരുമാനം അത് സി പി എമ്മിനും അറിയാം, അത് എൽ ഡി എഫിനും അറിയാം. ഉചിതമായ തീരുമാനങ്ങൾ ആ തീരുമാനം ഒക്കെ എടുക്കേണ്ടതും എൽ ഡി എഫിലാണ്. അത് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതാണ് ആ ചർച്ചകളും ആ ചോദ്യത്തിന് ഉത്തരവും പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ശൈലിയില്ല. ഞങ്ങൾ അത് ഉചിതമായ സ്ഥലത്ത് അത് ചില ചാനലുകൾക്കൊക്കെ ഭയം കാണും, ഞങ്ങൾക്കില്ല ഭയം. കഴിഞ്ഞ തവണ 3 സീറ്റ് ചോദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിൽ ഒരു സീറ്റ് കിട്ടിയുള്ളെങ്കിലും നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അതേ നിലയിൽ തന്നെ, അതായത് മുന്നണിയുടെ കെട്ടുറപ്പ് എന്ന നിലയിൽ അതിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. മുന്നണിക്ക് കെട്ടുറപ്പ് പോകാതെ തരത്തിൽ നയപരമായിട്ട് തീരുമാനമെടുക്കാൻ കേരള കോൺഗ്രസിന് കഴിവുണ്ട്. അതനുസരിച്ച് അത് വഴിയൊരുക്കി. അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിനെല്ലാം ഈ എൽ ഡി എഫിൻ്റെ യോഗങ്ങളിൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, പബ്ലിക്കായിട്ടുള്ള ചർച്ച ചെയ്യേണ്ടത്. അത് എൽ ഡി എഫിനും സി പി എമ്മിനും അറിയാം, ഉചിതമായ തീരുമാനമെടുക്കും. രാജ്യസഭാ സീറ്റ് രാജിവെച്ചിട്ടാണ് എൽ ഡി എഫിലേക്ക് വന്നത്. അപ്പോൾ ആ സീറ്റാണ് ഇപ്പോൾ വീണ്ടും ഒരു വേക്കൻസി ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഒരു ക്ലെയിം ഉന്നയിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്ലെയിമും ഇതൊന്നും അല്ലല്ലോ. ഈ കാര്യങ്ങൾ ഒരു പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. മാധ്യമ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ആ ചർച്ചയിൽ ഉൾപ്പെടണം എന്നുള്ളത് വേണമെന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇത് വീണ്ടും പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇവിടെ രാജ്യത്തിൻ്റെ വിഷയം കിടക്കുന്നു. തെരഞ്ഞെടുപ്പ് നമ്മുടെ ദേശീയ തലത്തിൽ നടക്കുന്നു, വലിയ വിപ്ലവം നടക്കുന്നു, അവിടെ ഇന്ത്യയുടെ ഭരണം മാറാൻ പോകുന്നു. അതെ, അപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിർണായക ഒരു പാർട്ടിയായി കേരള സംസ്ഥാനത്തും ദേശീയ തലത്തും നിലനിൽക്കും. അതിനപ്പുറത്തേക്ക് പറയാം. അത് അങ്ങനെയാണോ നിങ്ങളുടെ? ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ ഞങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിലാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ഞങ്ങൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്യും. ഒന്ന്, ഇത് ഉചിതമായ തീരുമാനം സി പി എമ്മും എൽ ഡി എഫ് എടുക്കും.